നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെ ഒന്ന് ആഴത്തിലറിയാം, അവരുടെ മനസ്സ്, അവരുടെ സോൾ എനർജി, അവർ ശരിക്കും ഹൈഡ് ചെയ്യുന്ന ഫീലിങ്സുകൾ, അതുപോലെ അവരുടെ ഒരു ലൈഫ് പർപ്പസ്, സോൾ പർപ്പസ്, അവരുടെ ഈ ഒരു ജന്മം കൊണ്ട് കണക്റ്റഡ് ആകുന്നത്, ടോട്ടലി അവരെ മൊത്തത്തിൽ അവരെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കാം. ശരിക്കും അവരെ നമ്മൾ പുറമേ കാണുന്ന വ്യക്തിയാണോ അവരുടെ ഉള്ളുകൊണ്ടെന്നുള്ളതൊന്ന് വിലയിരുത്തി അതനുസരിച്ച് അവരെ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കാം നമുക്ക്, കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് വ്യക്തിയെയാണോ ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ലൈക്ക് ചെയ്ത് റീഡിങ്സ് റെസനേറ്റ് ആവാൻ ഇതിനകത്തൊരു പ്രസൻസ് നിങ്ങളുടെ വേണം. അതിനുവേണ്ടി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. പ്രാർത്ഥനയോടുകൂടി ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടും ആ ഒരു ഫേസ് ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണണം, റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ വരാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമാധാനവും സ്വസ്ഥവും സന്തോഷകരമാകുന്നൊരു ലൈഫ് എനർജിയിലൂടെ കടന്നു പോകാൻ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ബന്ധത്തിൽ എത്ര ദൃഢതയാണോ, എത്ര പോസിറ്റിവിറ്റി ആണോ, എത്രത്തോളം ഊർജ്ജസ്വലതയോടുകൂടി ഒരു റിലേഷനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്ന രീതിയിൽ എൻ്റെ ബന്ധത്തെ എനിക്ക് ലഭിച്ചതിന് ഞാനും ആ വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു ബന്ധം എത്ര പേര് വേണേലും ഫാമിലി ആണെങ്കിലും ആ ഫാമിലിയുമായിട്ട് ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ പറഞ്ഞു വേണം എഴുതാൻ. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു മനസ്സറിയാൻ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, അവരെന്ത് രീതിയിലുള്ള വ്യക്തികളാണ്, അവരുടെ ചിന്തകൾ, പ്രവൃത്തികൾ, അവരുടെ ആ ഒരു ജന്മസിദ്ധമായ ഒരു എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം, ആഡംബരം, സുഖസൗകര്യങ്ങൾ, ഇതിനെയെല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ എത്രത്തോളം ഇല്ലായ്മയിലൂടെ കടന്നു പോയാലും ഉള്ള രീതിയിൽ തന്നെ വളരെയധികം നല്ല രീതിയിൽ ഒരു ടോപ്പ് മൈൻഡ് സെറ്റോടു കൂടി പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എത്ര ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, എത്ര ദുഃഖം നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും, എത്രത്തോളം വലിയൊരു രോഗാവസ്ഥയിൽ നിന്നാൽ പോലും ഈ ഒരു പേഴ്സൻ്റെ എനർജി വളരെ ഊർജ്ജസ്വലമായിരിക്കും. എപ്പോഴും ഹാപ്പി മൊമെൻറ്റ്സോടുകൂടി, പ്രസന്നമാകുന്ന മനസ്സോടും മുഖത്തോടും കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ ആഡംബരമാകുന്ന എല്ലാം നല്ല രീതിയിൽ, ഇപ്പോൾ വസ്ത്രധാരണമായിക്കോട്ടെ, ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പക്ഷേ മറ്റ് എന്താ പറയുക, പെറ്റുകളില്ലേ, നമ്മുടെ പട്ടി, പൂച്ച, അങ്ങനെയൊക്കെയുള്ള വളർത്തുന്നതിനോടൊക്കെ വളരെ ആഗ്രഹവും ഇഷ്ടവും അതിനോടൊക്കെ വളരെയധികം ഒരു ഇൻട്രസ്റ്റ് ഉള്ള തരത്തിലുള്ള ഒരു എനർജിയോട് കൂടിയ വ്യക്തികളാണ്. ചിൽഡ്രൻസിനോട് വളരെയധികം പെട്ടെന്ന് കണക്റ്റഡ് ആകുന്ന വ്യക്തികളാണ്. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു എനർജി വൈബുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൗഡായ ഒരു പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. ആകർഷണീയമായൊരു പേഴ്സണാലിറ്റി. പുറമേ ഉള്ള ആരും ഈ വ്യക്തിയിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി എനർജിയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു പോസിറ്റീവായിരിക്കും. ഇല്ലായ്മയെക്കുറിച്ച് ഒരിക്കലും പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ, ഇല്ലെങ്കിലും ഉള്ളതുപോലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയോടുകൂടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന, ഇല്ലാത്തതിന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയൊരു റൂട്ട് ചക്ര ആക്ടിവേഷനുള്ള വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് ജന്മനാലെ തന്നെ റൂട്ട് ചക്ര വളരെ ആക്റ്റീവായൊരു വ്യക്തിയാണ്. അതായത് എല്ലാം ആകർഷിച്ചെടുക്കാനുള്ള, ഈ വ്യക്തിയിലേക്ക് എല്ലാത്തിനെയും പിടിച്ചടുപ്പിക്കാൻ പറ്റുന്ന ഒരു കാന്തത്തിൻ്റെ എനർജി പോലുള്ളൊരു പവർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പം ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണാണ് കേട്ടോ. ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ഫാമിലിയോടാണ്, പേരൻസിനോടായിരിക്കാം. അതായത് അച്ഛനോടും അമ്മയോടും ഒരുപോലെ, ഒരേ ത്രാസിൽ ഒരുപോലെ തൂക്കാൻ
മനസ്സുള്ള, അവരിലൊരു രണ്ടു പേരിലും ഒരാൾക്ക് തട്ട് താണോ ഉയർന്നോ നിൽക്കുന്നതല്ല, വളരെ ഈക്വലായിട്ട് കാണുന്ന ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തി തന്നെയാണ്. വളരെ ഹാപ്പിനെസ്സോടു കൂടി തന്നെ പോണത്. ഈ വ്യക്തിനെ അങ്ങനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ വ്യക്തി അങ്ങനെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺ എനർജിയിൽ നിൽക്കേണ്ടി വരിക, കാണേണ്ടി വരിക, ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. വളരെ സ്ട്രോങ് മൈൻഡ് സെറ്റാണ്, വിൽ പവർ കൂടിയ ഒരു പേഴ്സണാലിറ്റി എനർജിയാണ് കേട്ടോ. സെൽഫ് ലവ് പേഴ്സണാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഈ വ്യക്തി സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് എത്ര കണക്റ്റഡ് ആയാലും ആ വ്യക്തി ഒരു അതിർവരം വിട്ട് മാത്രമേ ഏതു ബന്ധത്തിലും നിൽക്കുകയുള്ളൂ. പോകുമ്പോൾ അങ്ങ് പോകും, വരുമ്പം വരും. ഇത്രയുള്ള ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് വളരെയധികം ഇൻറ്റ്യൂഷൻ പവറുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയിലേക്ക് ആര് കണക്റ്റ് ചെയ്യാൻ ചെന്നാലും എന്ത് മനസ്സ് അശുദ്ധമായ മനസ്സോടെ ആണെങ്കിലും ശുദ്ധമായ മനസ്സോടെ ആണെങ്കിലും ഈ പേഴ്സണെ ഈ പേഴ്സൻ്റെ അരികിലേക്ക് ചെന്നാലും ആ വ്യക്തി അതും നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. എന്നിലേക്ക് വരുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് വ്യക്തമായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയെടുക്കുന്ന ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ഏറ്റവും മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഹൈഡ് എനർജിയാണ്. ഒരു ഫീലിങ്സും പ്രകടിപ്പിക്കില്ലാത്തൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ വ്യക്തി. പ്രത്യേകിച്ച് ഇമോഷൻസിനെ പ്രകടിപ്പിക്കില്ല. കുറച്ച് ജലസി ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചൊരു നാണമൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ എനർജി തന്നെയാണ്. ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങ് പ്രകടിപ്പിക്കില്ല, പക്ഷെ അട്രാക്റ്റ് ചെയ്ത് എടുക്കും. മറ്റുള്ളവർ അവരിലേക്ക് ആവശ്യമായിട്ട് ചെല്ലുന്ന ഒരു എനർജിയാണ്. അവർ വരില്ല, പക്ഷെ അവരിലേക്ക് ചെല്ലും മറ്റുള്ളവർ ആകർഷിക്കപ്പെട്ട്. ആ ഒരു പവർ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ചക്രയൊക്കെ നല്ല ആക്റ്റീവായൊരു പേഴ്സണാണ്, പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാണ്. ഇതിലൊക്കെ ഏറ്റവും മെയിനായിട്ട് പറയാൻ പറ്റുന്ന സെൽഫ് കെയറിങ്ങും സെൽഫ് ലവും. അവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. അവരുടെ ശരീരം ശ്രദ്ധിക്കും, അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ശ്രദ്ധിക്കും, അവരുടെ സിറ്റുവേഷൻസ് ശ്രദ്ധിക്കും. അവർ വളരെ സ്ട്രോങ് ആയ സിറ്റുവേഷൻസിലൂടെയാണ് കേട്ടോ നമുക്ക് ഒറ്റ കാർഡിൽ തന്നെ അവരെ പൂർണ്ണമായിട്ടും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. ചീറ്റിംഗ് മൈൻഡുള്ള പേഴ്സണാണ് കേട്ടോ. ഒരാളെ ചീറ്റിംഗ് ചെയ്താലൊന്നും അതിനകത്ത് പതർച്ചയില്ല, അത് തെറ്റാണെന്നുള്ള കുറ്റബോധമില്ല ഈ ഒരു പേഴ്സണ്. അതാണ് അവരുടെ സെൽഫ് ലവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ചീറ്റിംഗ് ചെയ്താലൊന്നും അവർക്ക് അതിനകത്ത് യാതൊരു കുറ്റബോധവും ഫീൽ ചെയ്യാതെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഇവർ നിസ്സാരമായിട്ട് മറ്റുള്ളവരെ ഒഴിവാക്കുന്നതിന്, അതായത് ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ അത്ര നന്ദിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കൊടുക്കുന്ന കൈക്ക് ചിലപ്പോൾ കടിക്കുന്ന ഒരു ക്യാരക്ടറുടെ ഉള്ള പേഴ്സണാലിറ്റി ഇവരിലുണ്ട്. അതായത് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെന്തും എത്ര വലിയ നന്മ ചെയ്തവർ, എത്ര വലിയ സപ്പോർട്ട് ചെയ്ത് സഹായം ചെയ്തവരെയും അവരൊഴിവാക്കാൻ മടി കാണിക്കാത്തൊരു ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തിയാണ്. എന്നാൽ ഇവരുടെ ക്യാരക്ടറിൻ്റെ ഏറ്റവും മെയിനായിട്ട് പറയാൻ പറ്റുന്ന ടോക്സിക് ആകുന്ന വ്യക്തികളെ പോലും ഇവർ മുറുകെ പിടിച്ചും വയ്ക്കും. ഇവർക്ക് വളരെയധികം ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് വളരെയധികം അറ്റാച്ച്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ എത്ര ടോക്സിക് ആയ സിറ്റുവേഷൻസിനെയും, അത് ടോക്സിക് ആണെങ്കിൽ പോലും അവർക്കതിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പോലും അവർ മുറുകെ പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തമായ വിൽ പവർ എനർജിയുള്ള വ്യക്തിയാണ് കേട്ടോ. ഏത് സിറ്റുവേഷൻസിനെയും ഒരുപാട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന പേഴ്സണാണ് കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തി. യാത്ര ചെയ്യാൻ മടുപ്പില്ലാത്തൊരു വ്യക്തിയാണ്. എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റിയ അത്രയും സന്തോഷകരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം. മാത്രവുമല്ല ഇവരെപ്പോഴും ഇവരുടെ ലൈഫിൽ നല്ലതും ചീത്തയുമാകുന്ന സിറ്റുവേഷൻസുകൾ ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിന് ഇവർ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യും. മോശം സിറ്റുവേഷൻസ് ആയാലും നല്ല സിറ്റുവേഷൻസ് ആയാലും ഏത് സിറ്റുവേഷൻസിനെ ഇവർ നല്ലൊരു വിൽ പവർ എനർജിയിൽ കൺട്രോൾ ചെയ്ത് കടന്നു പോകുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. ഒരു ഹാർഡ് വർക്ക് മൈൻഡിങ് ഉള്ള വ്യക്തിയാണ്. അവരെന്തെങ്കിലും ഒരു ലക്ഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തെ അവർ ഫോക്കസ് ചെയ്താൽ അത് എത്ര വലിയ തടസ്സമുള്ള കാര്യമാണെങ്കിൽ പോലും അവരത് വിട്ടുകളയില്ല. അതിനകത്ത് നെഗറ്റീവ് ആകുന്ന, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവും പോസിറ്റീവും നല്ലതും ചീത്തയുമാകുന്ന കാര്യങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ഒരു ഉയർച്ച വന്നാൽ അപ്പം തന്നെ അവർക്കൊരു വീഴ്ച വരുന്ന രീതിയിൽ, അതായത് അസൂയയുടെ ഒരു പ്രസൻസ് മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് വേഗം കണക്റ്റഡ് ആകും കേട്ടോ. ഇവരെ സംബന്ധിച്ച്
എപ്പോഴും ഇവർക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ്, മറ്റുള്ളവർക്ക് ഇവരോട് വലിയൊരു അസൂയ തോന്നുന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ച വെക്കുന്നൊരു ക്യാരക്ടറാണ്. മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്നതും അവരെന്ത് ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇവരോട് ശക്തമാകുന്ന ഒരു അസൂയ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, മറ്റുള്ളവർക്ക് ഇവരോട് അസൂയ തോന്നും. ആ ഒരു അസൂയ തോന്നുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് എപ്പോഴും രണ്ട് എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കും, വീഴ്ചയും ഉയർച്ചയും. അല്ലെങ്കിൽ എപ്പോഴും ഇവർക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഇവരോടൊപ്പം ഉണ്ടാകും. കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എത്ര വലിയ പ്രശ്നം വന്നാലും മല്ലൻ പണികൾ വരെ ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. എന്തും ചെയ്യാൻ തയ്യാറാണ്. ജീവിതത്തിലൊരു കാര്യത്തെ ഫോക്കസ് ചെയ്താൽ അത് സ്വന്തമാക്കുന്നൊരു ക്യാരക്ടറുണ്ട്. പക്ഷേ ഇമോഷണലി ഒരിടത്തും സ്ഥിരമായിട്ട് ഈ വ്യക്തി നിൽക്കില്ല കേട്ടോ. ഈ ഒരു പേഴ്സണെ ആരും ഇമോഷണലി ബന്ധിക്കാൻ നോക്കണ്ട. കാരണം ഈ സെൽഫ് ലവ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് അവരുടെ ജന്മനാലേ ഉള്ള ഒരു എനർജിയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അങ്ങനെ ആരോടും ഒരു അഡിക്ഷൻ ഫീലിങ്സ് ഇല്ല. അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നതിൽ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്കൊരിച്ചിരി സംതിങ് റോങ് ഫീലിംഗ് തോന്നിയ, ഒരിച്ചിരി സംശയദൃഷ്ടി തോന്നിച്ചാൽ അവർ പെട്ടെന്ന് ആ ഒരു ഇടത്തു നിന്നും പിന്മാറി പോകുന്ന ഒരു ക്യാരക്ടറുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും ടോക്സിക് ആണെങ്കിലും അവർ നിൽക്കുകയും ചെയ്യും. ആ ഒരു എനർജി അവരിലുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്നേഹബന്ധങ്ങളിൽ നിന്നൊക്കെ ശക്തമായ ചീറ്റിങ് ലഭിക്കും കേട്ടോ. ഇവർ വിശ്വസിച്ച് ആരോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവരുടെ ഇമോഷണലി ഇവർ ശരിക്കും ഈ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ടി വരുന്നത് ഇവരെ സംബന്ധിച്ച് ഇമോഷണലി ഇവരെവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആയാൽ, ഇവർക്ക് കണക്റ്റഡ് ആയാൽ അത് ടോക്സിക്കായി തീരുന്നൊരു എനർജി ഉണ്ട് ഇവർക്ക്. അവരവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വളരെയധികം ശക്തമാകുന്ന ബന്ധങ്ങളൊക്കെ ഇവരിലേക്ക് വരും. ഇവർക്ക് വലിയൊരു അട്രാക്ഷനാണ്. അതായത് ഇവർക്ക് സ്നേഹം, പ്രണയം, മറ്റ് ഫിസിക്കൽ പരമായ കാര്യങ്ങളോടൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അട്രാക്ഷൻ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. നല്ല പോലെ പ്രണയിക്കാൻ അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തി. എന്നാൽ നല്ല പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്. സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം മറന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കും. അത് എത്ര വലിയ റിസ്ക് എടുക്കേണ്ടതാണെങ്കിലും അവിടെ റിസ്ക് എടുക്കും. വളരെയധികം ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പേഴ്സൺ സ്നേഹിച്ചാൽ, ഒരു വ്യക്തിയോട് അടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് അഡിക്റ്റഡ് ആയിരിക്കും. പക്ഷേ വിട്ടുപോയാൽ പിന്നെ ഒരിക്കലും അതൊരു ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടന്നാൽ പിന്നെ തിരിച്ചു വരിക എന്നത് അസാധ്യവുമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ദേഷ്യം, വാശിയൊക്കെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേഴ്സണെ നോക്കണ്ട. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി, ക്ഷമയോടുകൂടി നിൽക്കും. പക്ഷേ ഇമോഷൻസ് ഒന്നും വളരെ അധികം ഇങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തൊരു ക്യാരക്ടറാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് വാരി വിതറാൻ അറിയില്ല. പക്ഷേ ആ ഒരു പ്രണയം, സ്നേഹം എന്നൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് കുറേ കാലത്തേക്ക് ഓർത്തിരിക്കാനുള്ളൊരു എനർജി ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ലൈഫിൽ ജനിച്ചിടത്തു നിന്നൊക്കെ ഒരുപാട് ദൂരേക്ക് നാട് വിട്ടുപോകേണ്ടി വരുന്ന യോഗം ചിലരിൽ കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരുപാട് ദൂരെ നിന്നുമൊക്കെ ആയിരിക്കും ഈ വ്യക്തിക്കിടെ നിങ്ങൾ ഒരു പാർട്ട്ണർ എനർജി കണക്റ്റഡ് ആവാൻ സാധ്യത. ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന വ്യക്തികളായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കറക്റ്റ് വൈബിലുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആകുന്നതായിട്ടും കാണാം കേട്ടോ. അതുപോലെ ലൈഫിൽ എപ്പോഴും ഒരു എന്താ പറയുക, ആ വ്യക്തിയുടെ അധീനതയിൽ, ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവരെ നിയന്ത്രിച്ച് നിർത്തുക. ആരുടെ നിയന്ത്രണത്തിലേക്ക് ഈ ഒരു പേഴ്സൺ പോകത്തില്ല. ഈ വ്യക്തി മറ്റുള്ളവരെ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തും. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു ആകർഷണീയത കൂടിയ ഒരു പേഴ്സൺ ആണ്. പ്ലസ് ഈ ഒരു ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുണ്ട്. അതായത് ആ വ്യക്തിയുടെ ഇഷ്ടത്തിനൊത്ത് ആ വ്യക്തിക്ക് ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിവുണ്ട്. അതുപോലെ ഈ അബണ്ടൻസിലേക്കൊക്കെ, ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്കൊക്കെ, അതുപോലെ ഫ്രീഡം, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ മനസ്സുകൊണ്ട് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ എത്ര താണു കൊടുക്കാനും ചില സമയങ്ങളിൽ മടിയൊന്നും കാണിക്കത്തില്ല ഈ പേഴ്സൺ. പക്ഷേ എന്നാൽ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയുടെ കൺട്രോളിൽ നിർത്തും സർവ്വ സിറ്റുവേഷൻസിനെയും. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ. ഒരു പുനർജന്മം തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്.
ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു ചങ്ങല പോലെ കണക്റ്റ് ചെയ്ത് ജന്മങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നിങ്ങൾ ഇപ്പം മനസ്സിൽ ചിന്തിച്ച് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. അതായത് സ്വപ്നങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാതെ വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാകുന്ന റീബർത്ത് എനർജി വരുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ആ പറഞ്ഞ പോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, കയറ്റവും അതിനോടൊപ്പം ഇറക്കവും വീണ്ടും കയറ്റവും. എത്ര വീണാലും വീണെടുത്തുനിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ആ ഒരു വ്യക്തി. പക്ഷെ അതുപോലെ വീണ്ടും വീഴ്ത്തിക്കളയുന്ന സിറ്റുവേഷൻസുകൾ ഈ വ്യക്തി നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് വൈകാരികമായിട്ട് ചിന്തിക്കേണ്ട കാര്യം പോലും യുക്തിപൂർവ്വം ചിന്തിക്കും. അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അവിടെ അപ്പോൾ ഇമോഷൻസിന് വാല്യൂ ഇല്ലാണ്ട് വരും. സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാതെ അവിടെ ബുദ്ധിപൂർവ്വം സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ്. കമ്മ്യൂണിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും ആരുമായിട്ട് തർക്കിക്കാനോ സംസാരിച്ച് നിൽക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം നിരാശയാണ് കേട്ടോ. ആ വ്യക്തി ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയൊക്കെ നിരാശയിലാക്കി കളയുന്ന, അതായത് ആഗ്രഹിച്ച അത്രയും തലത്തിലേക്ക് സ്വപ്നങ്ങൾക്കൊത്ത് ഉയരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ സമയം വരെ ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ടോട്ടലി ഒരു നിരാശ, എപ്പോഴും ഒരു നഷ്ടബോധം ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ട ഒരു വേദന ആ ഒരു വ്യക്തി കറൻറ്റിലി അനുഭവിച്ച് കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം ആഗ്രഹത്തോടു കൂടി ഓരോന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നുമുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഒരു റിസൾട്ട്, എന്ത് കാര്യത്തിനും ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നിരാശയാണ്, ഒരു ആത്മസംതൃപ്തി ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ എത്ര ഏജിലാണേലും, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 40 എബോവ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളിലേക്കൊക്കെ നോക്കുമ്പം ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ലൈഫിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകാൻ പോകുന്നുണ്ട്. ചില ആഗ്രഹങ്ങൾ, മനസ്സിൽ കുറിച്ചിട്ടിരുന്ന ആഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണാണ് കേട്ടോ. എവിടെ ചെന്നാലും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് ഒരു പ്രാധാന്യമുണ്ടാകും, ഒരു മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു യോഗമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഉയർന്ന ചിന്താഗതി ഉള്ള വ്യക്തിയാണ്. മറ്റുള്ളവർ 4 പേര് കൂടുന്നിടത്ത് മെയിനായിട്ടൊരു നേതൃപാടവം ഏറ്റെടുക്കാനുള്ള ഒരു പവറുണ്ട്, അതിനുള്ള അറിവുമുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിനോടൊപ്പം പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു വ്യക്തിയല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു ഹെൽത്തി ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതൊരു റിസ്ക് പോലെയാണ്. ലൈഫിനെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് എത്ര കൊണ്ട് ഇവർക്ക് എല്ലാ കഴിവുകളുണ്ടെങ്കിലും അതെല്ലാം ഒരു ശൂന്യമായി പോകുന്നു. അതൊന്നും ഒരു പ്രായോഗികമാക്കി എടുക്കാൻ പറ്റാത്ത വിധം ഇടയ്ക്കിടയ്ക്ക് ഇവർക്കൊരു എന്താ പറയുക, റിസ്ക് എടുക്കുന്നുണ്ട്. ലൈഫ് ഒരു ടാസ്ക് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരേ മങ്ങൽ വന്ന് ലൈഫിനെ ബ്ലോക്ക് ആക്കുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി ഒരു കാത്തിരിപ്പാണ്, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന, ഓരോ കാര്യങ്ങൾക്കും ഇവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കേണ്ട ഒരു എനർജി കാണുന്നുണ്ട്. മാര്യേജ് എനർജിയൊക്കെ കഴിയാത്ത വ്യക്തികളിലേക്ക് നോക്കുമ്പം അവരാഗ്രഹിക്കുന്ന പോലുള്ള ഒരു പാർട്ട്ണറെ അവരുടെ ലൈഫിലേക്ക് കിട്ടും കേട്ടോ. ആരായാലും അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പേഴ്സൺ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ എനർജി ആയിരിക്കും. അതുപോലെ 6 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണലി കൊടുക്കൽ വാങ്ങലുകളൊക്കെ നല്ല രീതിയിലൊക്കെ കണക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, വൈകാരികതയെ യുക്തി കൊണ്ട് അളന്ന് കളയുന്നൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് എല്ലാത്തിൻ്റെയും മോശവശങ്ങളെക്കുറിച്ചും ഇതിങ്ങനെ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ചിന്തയിലേക്കൊക്കെ പോകുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഇതെനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയി സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് പലവട്ടവും ഈ ഒരു വ്യക്തി ഇമോഷണലി അതായത് ബന്ധങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്ന പേഴ്സണായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളൊക്കെ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടെങ്കിലും അവിടെ ഒരു സക്സസ് ഇല്ല, വിജയിക്കാൻ പറ്റാത്ത പോകുന്ന, അല്ലെങ്കിൽ പരാജയം അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. റിസ്ക് എടുക്കാൻ തയ്യാറാണ്.
സാമ്പത്തികമായിട്ടാണേലും അറിവ് നേടാനാണേലും എന്ത് കാര്യത്തിനാണെങ്കിലും ലൈഫിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്കും പാസ്റ്റിലെ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനും റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ്. ആഗ്രഹം ഇഷ്ടം തോന്നുന്ന ഒരു സിറ്റുവേഷൻസിൽ, അവർക്ക് വേണമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ അവർ റിസ്ക് എടുക്കും. പക്ഷേ എത്ര റിസ്ക് എടുത്താലും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് അതിൻ്റെ റിസൾട്ട് ഒരു സംതൃപ്തമായിരിക്കില്ല. അവർ ചിന്തിച്ചതിൻ്റെ ഒരു അംശത്തിൽ പോലും ഈ വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോകുന്ന എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡ്യൂഷൻ പവർ വളരെ കൂടുതലാണ്. ഇതെല്ലാം അധികമായാൽ അമൃതും വിഷമാകുമെന്ന് ചിന്തിച്ചതുപോലെ ഇൻഡ്യൂഷൻ പവർ വളരെ കൂടുതലാണ്. മാത്രവുമല്ല തേർഡ് പാർട്ടി പ്രസൻസുകൾ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവരുടെ ലൈഫിൽ. തേർഡ് പാർട്ടി പ്രസൻസ്, അതായത് മൂന്നാമത് ഒരു വ്യക്തിയുടെ പ്രസൻസ് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു എനർജി. അതായത് ഈ വ്യക്തിയിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകും. അത് പിന്നെ ഇവരുടെ ഉറക്കം കെടുത്തുകയും സ്ട്രെസ് അനുഭവിക്കുകയും വല്ലാതെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടോ എന്തായി തീരും, ഇങ്ങനെ മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമൊക്കെ ഇവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളുമാണ്. ലൈഫിൽ ഇവർ ഓരോന്നിനെ അട്രാക്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യും. നോ പറയേണ്ട സമയത്ത് നോ പറയുന്ന ക്യാരക്ടറാണ്, സെൽഫ് ലവ് ഉള്ള വ്യക്തിയാണ്. പക്ഷേ എന്നാലും ഇവരുടെ ലൈഫിൽ എപ്പോഴും ചെറിയ കള്ളത്തരങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ഇവർ ശ്രമിച്ചാലും അത് അവരുടെ ആ ഒരു ജാത്യാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. തേർഡ് പാർട്ടി പ്രസൻസ് ഇവരുടെ ലൈഫിലുണ്ടാകും. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ എല്ലാം ആലോചിച്ചൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെയാണ്. ബന്ധങ്ങളാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിലും ആലോചിച്ചൊക്കെ തന്നെയാണ് ആൾ വളരെ വെയിറ്റ് ചെയ്ത് ചിന്തിച്ചാണ് ആക്ഷൻ എടുക്കുന്നതെങ്കിലും അതൊന്നും പരാജയപ്പെട്ടു പോകുന്ന, അതിലൊന്നും ഒരു പൂർണ്ണത കിട്ടുന്നതായിട്ടല്ല നമുക്ക് കാണുന്നത്. എപ്പോഴും നിരാശയുണ്ട് കേട്ടോ. അല്ലാതെ ഒരു മടുപ്പും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ, മറ്റുള്ളവരോട് പെട്ടെന്ന് മറുപടി പറയും, മുഖത്ത് നോക്കി മറുപടി പറയുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ചില സമയങ്ങളിൽ പ്രിയപ്പെട്ട ബന്ധങ്ങളൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കുമ്പം നല്ലതാണെങ്കിലും ഭൂരിപക്ഷവും ഈ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈല്, ലൈഫ് പർപ്പസ്, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരൊറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു എനർജി ജന്മനാലേ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഇടയ്ക്ക് ഒരു നിരാശ, ദുഃഖമൊക്കെ ഉണ്ട്. ആഗ്രഹിച്ച പലതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും, അതുപോലെ പ്രിയപ്പെട്ടവരോട് ശക്തമായിട്ട് ഫൈറ്റിംഗ്, തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് കൂടുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ഈ ഒരു വ്യക്തിയിൽ നമുക്കൊരു ഇൻഡിസിഷൻ എനർജി, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കാണുന്നുണ്ട്. ഹെൽത്ത് പരമായിട്ട് നടു സംബന്ധമായിട്ട്, എല്ല് സംബന്ധമായിട്ടൊക്കെ ഈ വ്യക്തിക്ക് ശക്തമാകുന്ന പ്രശ്നങ്ങൾ വരുന്ന, നടുവേദന പോലുള്ളത് അല്ലെങ്കിൽ കാൽമുട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലിനെ കണക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഈ വ്യക്തിയിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും, സമാധാനമില്ലായ്മയാണ്. അത് ഈ ഒരു വ്യക്തിയുടെ പൂർവ്വജന്മ കർമ്മയെ ബേസ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ദൂരേക്ക് പോകണം, എപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, മറ്റെങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് തന്നെ എവിടെയാണോ ആ വ്യക്തി സ്ഥായിയായിട്ട് നിൽക്കേണ്ടത് അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മനസ്സുകൊണ്ട് എപ്പോഴും മറ്റെങ്ങോട്ടെങ്കിലും പോണം എന്നുള്ളൊരു ചിന്ത വളരെ ശക്തമായിട്ട് എപ്പോഴും ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. ഇതാണ് നമുക്ക് ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി.